6 മാസം പ്രായമായ കുഞ്ഞിനാണ് ആലിന്റെ ഇരുവൃക്കകളും നൽകാനിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് തന്നെ ഇരുവൃക്കകളും നൽകുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഡ്രിയയ്ക്ക് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് തന്നെ ഈ ശസ്ത്രക്രിയ ഉണ്ടാകുമോ? അവിടെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ്? അമൃത, ആലിൻ എന്ന കുഞ്ഞു മാലാഖയുടെ അവയവം അല്പസമയത്തിനകം തന്നെ എത്തും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതിൻ്റെ ഈ വഴിക്ക് തന്നെയായിരിക്കും എത്തുക. അധികം വാഹനങ്ങളൊന്നും ഇവിടെ കാണാനില്ല. ഇന്ന് തന്നെ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് എന്തായാലും ആശുപത്രി അധികൃതർ പോവും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം കഴക്കൂട്ടത്തെത്തും. കഴക്കൂട്ടത്ത് നിന്ന് പിന്നെ ഒരു 15 മിനിറ്റിനകം തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കിംസ് ആശുപത്രിക്ക് മുമ്പിലെത്താൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രധാന കവാടത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെ പരമാവധി പോലീസ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വാഹനങ്ങൾ അധികം അവിടെ സ്റ്റക്കാവാത്ത രീതിയിൽ, ട്രാഫിക് പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ എല്ലാം പരിഹരിച്ചുകൊണ്ട് പോലീസ് ഇതിലെ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വാഹനം ഇതിലെ റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ ഭാഗത്തു നിന്നാണ് ആംബുലൻസ് വരിക. ആംബുലൻസ് അവിടെ നിന്ന് വന്ന് വലതു ഭാഗത്തേക്ക് കടന്നു പോകും. ആശുപത്രിക്ക് അകത്തേക്കാണ് പോവുക. ആശുപത്രി അകത്തെത്തിയതിനു ശേഷം എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഈ കരൾ അവയവം അവിടെ നൽകുകയും അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്കും ശ്രീ ചിത്രയിലേക്കുമാണ് പോവുക. ഇവിടെയും എത്തിക്കും. നമുക്കറിയാം, ഡ്രിയ എന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ശസ്ത്രക്രിയ. ഇന്ന് രാത്രി വൈകിയാണെങ്കിൽ പോലും ശസ്ത്രക്രിയയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുള്ള എല്ലാം ആശുപത്രിയിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വാഹനം നമുക്കറിയാം കൃത്യസമയം തന്നെ പാലിച്ചുകൊണ്ട് 7:20 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. അത് വളരെ സമയം പാലിച്ചുകൊണ്ട് തന്നെ ഓരോ പോയിന്റും കടന്നു വരുന്നു. ഒപ്പം തന്നെ നാട്ടുകാരുൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ റോഡിലുണ്ടായിരുന്ന വാഹനങ്ങളും മറ്റും മാറ്റുന്നതിനും മറ്റു വഴിക്ക് തിരിച്ചുവിടുന്നതിനും നാട്ടുകാരുൾപ്പെടെ ഇറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. പോലീസിനെ ഉൾപ്പെടെ സഹായിക്കാൻ നാട്ടുകാരും ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ വാഹനങ്ങൾ വരുന്നത് കാണാം. ഇതിൽ അധികം വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതിലെയായിരിക്കും ആംബുലൻസ് വരിക. ആംബുലൻസിന്റെ മുമ്പിൽ ഏതായാലും ആംബുലൻസ് ഇപ്പോൾ കഴക്കൂട്ടം പിന്നിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.